എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് അന്താരാഷ്ട്ര വാർത്തകളും ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും മാത്രം ചർച്ച ചെയ്യുന്നതുകൊണ്ട് യോഗി ആദിത്യനാഥിനെ കുറിച്ച് അങ്ങനെ വലിയ വാർത്തകളൊന്നും വന്നിരുന്നില്ല. ഇപ്പോൾ അത് മാറി. ഇതുമായി ബന്ധപ്പെട്ട് ഈ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉത്തർപ്രദേശിലും ഈ വാർത്ത വരുന്നത്. എന്താണ് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതായത് ഐ ലോ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ച് ഉത്തർപ്രദേശിലെ സംബാലിലായിരുന്നു. അതിനെ തുടർന്ന് വലിയ കലാപങ്ങളുണ്ടായി. യോഗി ആദിത്യനാഥ് പല ബുൾഡോസർ ആക്ഷൻ ഉപയോഗിച്ച് അവിടുത്തെ പള്ളികളും ഇതൊക്കെ പൊളിച്ച് നികത്തി എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ജിയോ പൊളിറ്റിക്കൽ കണക്ഷൻ ഇതിന് വരുന്നത്? നമുക്കറിയാം, ലഡാക്കിൽ സംഭവിച്ച ഇതുണ്ട് ജൻസി കലാപം. അതും ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ്. ഇവർ ആർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? ഇവർക്ക് മുഹമ്മദിന് ഇഷ്ടമാണെങ്കിൽ മനസ്സിൽ വെച്ചാൽ പോരെ, തെരുവിലിറങ്ങി ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു കണക്റ്റഡ് സ്റ്റോറീസാണ്, കണക്റ്റഡ് ഒരു പ്രീ പ്ലാൻഡ് സംഭവങ്ങളാണ്. അതായത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയാനും ഇന്ത്യയിൽ സാമ്പത്തിക അസ്ഥിരാവസ്ഥ ഉണ്ടാക്കിയിട്ട് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിർത്താനും വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഇവിടെ പലവിധ ശക്തികളും കൈകോർത്തിട്ടാണ് ഇന്ത്യയിൽ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഇവിടുത്തെ മാധ്യമങ്ങളും, അതായത് BJP എതിർക്കുന്ന രാജ്യത്തെ ആന്റി നാഷണൽ മാധ്യമങ്ങളൊക്കെ പറയുന്നത് എന്താണ്? ഇവിടെ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഇന്തോനേഷ്യയിലൊക്കെ ഇങ്ങനെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് ഇന്ത്യയിലാണ്, ഇനി അടുത്തത് ഇന്ത്യയിലാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ അടുത്തൊരു സംഭവം ഉണ്ടായി. ഷെയ്ഖ് ഹസീന അവിടുന്ന് പലായനം ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയാണ് അഭയം കൊടുത്തത്. അപ്പോൾ ഇവിടുത്തെ പല ആൾക്കാരും, യൂട്യൂബേഴ്സും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ, ഈ സുഡാപ്പി മാധ്യമ പ്രവർത്തകരൊക്കെ പറയും ഇനി ഇവിടെ ഇന്ത്യയിലാണ് ഇത്തരം കലാപങ്ങൾ അരങ്ങേറുന്നത്, അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഇന്ത്യ വിടേണ്ടി വരുന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംബാലിൽ നടന്ന ഐ ലോ മുഹമ്മദ് എന്ന പരിപാടിയും ഇതൊക്കെ ഭാഗമായിട്ടാണ്, ഇന്ത്യയിൽ മൊത്തം കലാപം ഉണ്ടാക്കുന്നതിനൊരു ഭാഗമായിട്ടാണ് ഈ പരിപാടി നടന്നത്. അപ്പോൾ യോഗി ആദിത്യനാഥ് അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഇതിനെതിരെ നടപടിയെടുത്തത്. ഏകദേശം 2000-ഓളം പേര് ഇവരെ ട്രാക്ക് ചെയ്തിട്ട് അവിടെ വലിയൊരു പള്ളിയുണ്ട്, അതായത് സംബാൽ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്, സംബാലിൽ അസ്മോലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വലിയൊരു എത്രയോ 2-3 ഏക്കർ ഇവർ കയ്യേറിയിട്ട് അവിടെ ഒരു മുസ്ലിം പള്ളി പണിത് ഒരു വലിയ കല്യാണ മണ്ഡപമൊക്കെ പണിതിരുന്നു. അപ്പോൾ ഈ കല്യാണ മണ്ഡപം ഇതൊക്കെ ഇടിച്ച് നിരത്തുന്ന വീഡിയോ വലിയ വൈറലായിരുന്നു. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. വലിയ മാർക്കറ്റ്, ഏകദേശം 1.5 ഏക്കർ വരുന്ന മാർക്കറ്റാണ്. അതിൽ മൊത്തം ഈ മുസ്ലിം സമുദായത്തിൻ്റെ ആൾക്കാർക്ക് മാത്രമാണ്. അവിടെ ഒരു മറ്റ് സമുദായക്കാർക്ക് ഒരു കട പോലും അനുവദിച്ചിരുന്നില്ല. അപ്പോൾ യോഗി ഇതൊക്കെ കണ്ടുപിടിച്ച് ഡിജിറ്റൽ റവന്യൂ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തൻ്റെ ടേബിളിൽ എത്തണം, അത് കറക്റ്റ് പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് കോടതിക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എവിടെ ആരും കയ്യേറി കഴിഞ്ഞാൽ അപ്പം തന്നെ അതിലുള്ള എല്ലാ സംഭവങ്ങളും പൊളിച്ചു കളയണമെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞാണ്. അപ്പോൾ ഒരു ചെറിയ കോടതിക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം 1-2 മണിക്കൂർ വെച്ചാണ് ആ 1.5 ഏക്കർ, ഏകദേശം 120ഓളം JCB വന്നിട്ടാണ് ഇതൊക്കെ ഇടിച്ച് നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോകളൊക്കെ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായി. യോഗിയുടെ കയ്യിൽ റവന്യൂ ഡീറ്റെയിൽസ് ഉണ്ട്. ആരെന്തെന്ന് പറഞ്ഞാലും എടുത്ത് മുന്നോട്ട് വെച്ച് കൊടുക്കും. യോഗിക്കെതിരെ ഒരക്ഷരം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സംബാൽ എന്ന് പറയുന്ന ഇതിനൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംബാൽ നഗർ എന്ന് പറയുന്നൊരു സ്ഥലമായിരുന്നു. അവിടെ ഏകദേശം 90%-ഓളം ഹിന്ദുക്കൾ താമസിച്ച ഒരു സ്ഥലമാണ്. 1947 ഇന്ത്യ ഡിവിഷൻ്റെ ഭാഗമായിട്ട്, ഇന്ത്യ പാകിസ്ഥാൻ ഇത് വിഭജിച്ചതിൻ്റെ ഭാഗമായിട്ട് 47 അവിടെ ഒരു കലാപം നടന്നു. 48 നടന്നു. 54, 58, 62, 76, 78, 195 വരെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടന്നു. അപ്പോൾ 78 വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടക്കുന്നു. അപ്പോൾ ആ കലാപത്തിൽ ഏകദേശം 86ഓളം ഹിന്ദുക്കളെ അവിടെ കൊല ചെയ്യപ്പെട്ടു ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 95% ഹിന്ദുക്കളായിരുന്നു ഈ സംബാൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഈ കലാപത്തിന് ശേഷം, 78 കലാപത്തിന് ശേഷം മിക്ക ഭൂമികളും ഈ മുസ്ലിങ്ങൾ അവിടെ കയ്യേറി. അവിടെ പലതരം പള്ളികളും അങ്ങനെയുള്ള മദ്രസകളും അങ്ങനെയുള്ള പല പല സ്ഥാപനങ്ങളും അവിടെ കയ്യേറിയിട്ട് അവർ നിർമ്മിച്ചു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ കുംഭമേള നടക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു സംഭവം ഉണ്ടായി. അവിടുത്തെ ഒരു സ്ത്രീ വന്നിട്ട് തൻ്റെ അച്ഛൻ്റെ പ്രോപ്പർട്ടി, ഒരു പള്ളി മുസ്ലിംസ് കയ്യേറിയിട്ട് അവിടെ മദ്രസകളും സ്കൂൾസൊക്കെ പണിതു എന്നൊക്കെ പറഞ്ഞിട്ട് യോഗി ആദിത്യനാഥിന് പരാതി കൊടുത്തു. യോഗി അപ്പോൾ തന്നെ റവന്യൂ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ച് നോക്കി, അതൊക്കെ പിടിച്ചിട്ട് ആ സ്ത്രീക്ക് കൊടുത്തു. അത് വലിയ ചർച്ചയായിരുന്നു, ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ന്യൂനപക്ഷ പ്രീണനം, അതായത് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് യോഗി അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ മീഡിയക്ക് ഇതിനെ വലിയ രീതിയിലൊന്നും അധികം ചർച്ചയാക്കാൻ, വിവാദമാക്കാൻ പറ്റില്ല. കാരണം റവന്യൂ ഡീറ്റെയിൽസ്, തെളിവുകൾ സഹിതമാണ് യോഗി ആദിത്യനാഥ് തൻ്റെ ബുൾഡോസർ ആക്ഷൻ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഏകദേശം കുറച്ച് വർഷം മുന്നേ തന്നെ വലിയൊരു സർവേ നടന്നു. അപ്പോൾ അവിടെ ഈ സംബാൽ വലിയ രീതിയിലുള്ള ഒരു ലൈംലൈറ്റിൽ വരാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഒരു സർവേ ഉണ്ടായിരുന്നു. അവിടുത്തെ പള്ളിയുടെ പേര് ഹരിയർ മസ്ജിദ്, അത് കോട്ടി ഹരിയർ മസ്ജിദ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ ഷാഹി ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവിടുത്തെ ആൾക്കാർ, സംബാലിൽ തന്നെ ഒരാൾ പരാതിപ്പെടുകയാണ്, ഇത് ഹൈന്ദവ ഭൂമി കയ്യേറിയിട്ടാണ്, അത് ക്ഷേത്രത്തിൻ്റെ ഭൂമി കയ്യേറിയിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കൊടുത്തു. അപ്പോൾ യോഗി ആദിത്യനാഥ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ റവന്യൂ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി കളക്ട് ചെയ്തു. 1978 തൊട്ടില്ല, അതായത് ഈ പരാതി യോഗിയുടെ ടേബിൾ എത്തുമ്പോൾ തന്നെ യോഗിക്കറിയാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. സംബാൽ എന്ന് വെച്ചാൽ യോഗി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അതായത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻസുള്ള ഒരു സ്ഥലമാണ് ഈ സംബാൽ. അതായത് ഹിന്ദു പുരാണ പ്രകാരം നമ്മുടെ കൽക്കി അവതാരം
അവതാരപ്പിറവി എടുക്കുന്ന ഈ സംബാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ യോഗി ആദിത്യനാഥ് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ സംബാൽ ഫുൾ ഞങ്ങൾക്ക് വേണം, അതായത് 95% ഹിന്ദുക്കൾ താമസിച്ച ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ പണിത് ഈ മദ്രസകളും പള്ളികളൊക്കെ പൊളിച്ച് നിങ്ങൾ എങ്ങോട്ടാ വിചാരിച്ച പൊക്കോ, പക്ഷേ അതിൻ്റെ എല്ലാ ഇതും ഞങ്ങൾക്ക് തിരിച്ചു വേണം, അത് ഞങ്ങളുടെ അഭിമാന പോരാട്ടമാണെന്ന് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയിരിക്കും 2017 മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം 2019 പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ ഷാഹി ജുമാ മസ്ജിദിന് ഒരു പരാതി വരുമ്പോൾ യോഗി എല്ലാ റവന്യൂ ഡീറ്റെയിൽസൊക്കെ പഠിച്ച് അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് നോക്കുന്നുണ്ടല്ലോ, അവിടെ വലിയ രീതിയിലുള്ള ഇലക്ട്രിസിറ്റി മോഷണം പിടിക്കപ്പെട്ടു. വലിയ രീതിയിലുള്ള അവിടുത്തെ MP ആയ സിയാഉൾ റഹ്മാൻ എന്ന് പറയുന്ന പുള്ളി തന്നെ ഏകദേശം പുള്ളിക്ക് തന്നെ 1 കോടി രൂപയുടെ ഫൈൻ അടിച്ചു കൊടുത്തിരുന്നു ഈ ഇലക്ട്രിസിറ്റി മോഷണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി മോഷണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിലാണ് വലിയൊരു കാര്യം മനസ്സിലായത്. അതായത് ഈ ഷാഹിൽ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന പള്ളി കെട്ടിയിരിക്കുന്നത് വലിയ അമ്പലം കവർ ചെയ്തിട്ടാണ്. അതിനകത്ത് തന്നെ വലിയ രീതിയിലൊരു അമ്പലം കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ ഹരിഹര ശങ്കര ഹനുമാൻ അങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠയായിരുന്നു അവിടെ. അപ്പോൾ അത്തരത്തിൽ ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇതൊക്കെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. വലിയ രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. ജനങ്ങൾ പോലും ഞെട്ടിപ്പോയി. വലിയ അമ്പലം കവർ ചെയ്തിട്ടാണ് ഇതിനകത്ത് പണിതിരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ 90% ഹിന്ദുക്കൾ താമസിച്ച സ്ഥലമാണ്. 78 കലാപത്തിൽ ആൾക്കാരൊക്കെ ഓടിച്ചിട്ട് ഇവർ പിടിച്ചെടുത്തിട്ട് ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ അവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഉത്തർപ്രദേശിലാകെ വലിയ രീതിയിലുള്ള ചർച്ചയെ മാറി. ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളെക്കുറിച്ച് പരാതിപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് യോഗിക്ക് മനസ്സിലായത് ഉത്തർപ്രദേശിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം അന്വേഷിക്കണം. തൻ്റെ ടേബിളിൽ ഏകദേശം 100 ദിവസത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ അനധികൃതമായി നിർമ്മിച്ച പള്ളികളും അതിന് റവന്യൂ ഡീറ്റെയിൽസും എല്ലാം തൻ്റെ ടേബിളിൽ വരണമെന്ന് പറഞ്ഞു. അവന് ടീമിന് വെച്ചു. ആ ടീം എല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാ ഡീറ്റെയിൽസും യോഗിയുടെ ടേബിളിൽ കൊണ്ടുവച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സംബാൾ എസ്മോലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഈ മസ്ജിദും കല്യാണ മണ്ഡപമൊക്കെ ഇടിച്ച് നിരത്തി കളഞ്ഞത്. ഈ ഐ ലവ് മുഹമ്മദ് പ്രൊട്ടസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പണി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. പണി ചോദിച്ചു വാങ്ങിയെന്ന് വെച്ചാൽ ആകാശത്തോട് പറക്കുന്ന പക്ഷി ഏണി വെച്ച് പിടിക്കാൻ തുടങ്ങില്ലേ, ആ ഒരു സംഭവമാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കൊരു ഗ്രാമപ്രദേശം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഈ ഹരിയർ മസ്ജിദിൻ്റെ ഭാഗമായിട്ടും ഈ അസ്മോലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ആൾക്കാർക്ക് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ മസ്ജിദുകളും മദ്രസകളൊക്കെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കയ്യേറ്റം നടത്തിയിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ള വലിയൊരു ഡോക്യുമെൻറ്റ്സ്, ഒരു വലിയൊരു സംഭവം യോഗി ആദിത്യനാഥിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട്, ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സംബാലിൽ തന്നെ ഇനിയും ഒരുപാട്, ഈ സംബാൽ ജില്ലയിൽ തന്നെ ഒരുപാട് അനധികൃതമായിട്ട് ഇങ്ങനെ കയ്യേറി നിർമ്മിച്ച സ്കൂൾസും മദ്രസകളും ഒരുപാടുണ്ട്. അതൊക്കെ യോഗി ഉടൻ പൊളിച്ചു കളയും തന്നെയാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത് മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കും. ഓൾറെഡി എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള അനധികൃതമായ കയ്യേറ്റത്തിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ, റവന്യൂ ഡോക്യുമെന്റ്സ് അടക്കം തന്നെ ടേബിളിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ യോഗി ആദിത്യനാഥ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ സംബാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. സംബാലാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റ് മൊത്തം ഇടിച്ച് നിരത്തിയിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു പ്രതിഷേധമൊക്കെ ആൾക്കാർ വന്നിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരിനി ഏത് കോടതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും സർക്കാർ ഭൂമിയിൽ എന്തെങ്കിലും ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ച് കളയുന്ന സുപ്രീം കോടതി ഇവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വരും ദിവസങ്ങൾ ഇത് ഉത്തർപ്രദേശിൻ്റെ മറ്റു ജില്ലകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെ ഉത്തർപ്രദേശിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതെന്താണ്, ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടല്ലോ, എല്ലാം ഇങ്ങനെ മറ്റു മതക്കാർ ഇതൊക്കെ കയ്യേറിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു പ്രവണത പറയുന്നില്ല. യോഗി ആരും മറ്റുള്ള ഇവരുടെ അനധികൃതമായി പിടിച്ചെടുക്കുന്നില്ല. ഇവർ മുമ്പ് മറ്റു മതസ്ഥരെ അനധികൃതമായും ബലം പ്രയോഗിച്ചും പിടിച്ചെടുത്ത കാര്യങ്ങളാണ് പ്രോപ്പർ റവന്യൂ പ്രൊസീഡിങ്സിൽ ചെയ്യാതെ ഇവർ കൈവശപ്പെടുത്തിയ കാര്യങ്ങളാണ് തിരിച്ചു പിടിക്കുന്നത്. അങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഉത്തർപ്രദേശിൽ ഉണ്ടാകാൻ സാധ്യത ഉത്തർപ്രദേശിന് ഓൾറെഡി അറിയാം, ഉത്തർപ്രദേശ് പോലീസിന് അറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ യോഗി വലിയൊരു ടീമിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് കലാപം ഉണ്ടാകാനുള്ള സാധ്യത അത്തരം സെൻസിറ്റീവായ ഏരിയയിലൊക്കെ ഏകദേശം 100-120ഓളം പോലീസുകൾ ചെറിയൊരു പഞ്ചായത്തിൽ പോലും വിന്യസിച്ചിട്ടുണ്ട്. അവിടെ ഡ്രോൺ ക്യാമറ, CCTV അങ്ങനെ പലവിധ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലാം പക്ക എന്ന് പറയുന്നത് ഇൻ കേസ് എന്തെങ്കിലും ഇപ്പം ജിയോ പൊളിറ്റിക്കലിൻ്റെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഈ ജൻസി കലാപം, അതുമായി ബന്ധപ്പെട്ട ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്കറിയാം യോഗി വെറുതെ ഇരിക്കില്ല. എന്തായാലും യോഗി സ്ട്രിക്റ്റ് ആക്ഷനായിട്ട് മുന്നോട്ട് പോകും തന്നെയാണ്. അവർക്കത് വ്യക്തമായി മനസ്സിലായി. ഇനിയിപ്പോൾ 2027 അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. ഇപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം, ഒന്നുകിൽ നരേന്ദ്രമോദിക്ക് മുകളിൽ ഒരു ഫാൻ ബേസ് ഉള്ള ഒരാളാണ് യോഗി ആദിത്യനാഥ്. മുമ്പ് ഉത്തർപ്രദേശിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വ്യക്തി ഇന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനത്തൊരു മുഖ്യമന്ത്രി ബംഗാളിൽ വേണം, കേരളത്തിൽ വേണം, തമിഴ്നാട്ടിൽ വേണം, എന്നാൽ ഈ രാജ്യം രക്ഷപ്പെടും, രാജ്യം വലിയ രീതിയിലുള്ള വികസനം കൈവരിക്കും എന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യോഗി
ഇനി അത് വെറുതെ ഇരിക്കില്ല. യോഗിക്ക് അത്രയും സപ്പോർട്ടുണ്ട്, ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. ഇത്തരത്തിലുള്ള അനധികൃത കയ്യേറ്റം എന്തായാലും തടയുന്നവർക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനി വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് അവർ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന സാധനം കൂടിയും പോകും എന്നുള്ള ക്ലിയർ മെസ്സേജ് തന്നെയാണ് സംബാലിൽ യോഗി ആദിത്യനാഥ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാലും നമുക്ക് കാത്തിരിക്കാം, യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത ആക്ഷനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.